Hello, my dear friends. Welcome to an episode of Slice of Life. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ, പെപ്പർ ബോട്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ്. ഫാമിലിക്ക് വരാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ഥലം. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരു കുട്ടി പട്ടാളമുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നേരെ മെനുവിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് അന്നത്തെ ആ ഫ്രഷ് ക്യാച്ച് ഉണ്ടല്ലോ, ആ ഫ്രഷ് ക്യാച്ച് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നേരെ ചൂസ് ചെയ്യാം. അപ്പോൾ അതിനെ വേ ചെയ്തിട്ട് അവർ പിന്നെ അതിനെ ക്ലീൻ ചെയ്ത് നമ്മൾ പറയുന്ന ചാർക്കോൾ ഗ്രില്ലാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചേക്കുന്നത്, അത് ചെയ്യാം. അപ്പോൾ ഈ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് നമുക്ക് ലൈവായിട്ടൊന്ന് കണ്ടു നോക്കാം. കട്ടപ്പനക്കാരനാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നാടൻ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഇന്ന് റെഡ് സ്നാപ്പർ, നമ്മുടെ ചെമ്പല്ലി എന്ന് പറയുന്ന ഫിഷാണ്. അപ്പോൾ ഫിഷ് റെഡിയാണ്. നമ്മുടെ ഫിഷിനെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി തുറന്ന് വെച്ചിട്ടുണ്ട്. അതിന് ബട്ടർഫ്ലൈ കട്ടിംഗ് എന്നാണ് പറയുന്നത്, ആ ചേട്ടൻ പറഞ്ഞത്. അതിനെ നേരെ നമ്മുടെ തീൻ്റെ മുകളിലോട്ട് ഗ്രില്ലിലോട്ട് വെച്ചിട്ട് മസാല ഡയറക്റ്റ് പോർ ചെയ്യുകയാണ് അതിനകത്തേക്ക്. ഓക്കെ, വേറെ എന്തൊക്കെയോ മസാല ഉണ്ട്. ആ നല്ലൊരു ഫ്ലേവർ ഇപ്പം തന്നെ വന്നു തുടങ്ങി കേട്ടോ. അത് പുകയുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് ആവാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിഷ് നല്ല റെഡി ആയിട്ടാണെന്ന് തോന്നുന്നു. എനിക്കതിൻ്റെ മണം സഹിച്ച് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് സെർവ് ചെയ്യുന്ന രീതി കണ്ടോ. ഇപ്പോൾ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റാണ് കേട്ടോ കയ്യിലെടുത്തേക്കുന്നത്. അതിനെ നേരെ ഗ്രില്ലിനകത്തോട്ട് വെച്ച് ഒരു ഒറ്റ തിരിക്കൽ, അപ്പോൾ നേരെ നമ്മുടെ പാത്രത്തിനകത്തോട്ട് ഫിഷ് എത്തി. ഇനി ആ പാത്രത്തിലുള്ള ഫിഷിനെ എടുത്ത് നേരെ സ്ലൈഡ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലോട്ട് ഇടുകയാണ്. കിടക്കണ കിടപ്പ് കണ്ടാ എൻ്റെ ദൈവമേ. നമ്മുടെ റെഡ് സ്നാപ്പ് ചാർക്കോൾ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ, അത് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടുവരുന്നുണ്ട്. അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സമയം വരുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇതിന് നമ്മളിങ്ങനെ ഇങ്ങനെ മുറിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. സാധാരണ ഇങ്ങനെ ഹാർഡായിട്ടൊന്നുമല്ല, കാരണം കുക്കിംഗ് ടൈം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5 മിനിറ്റ്സ് ഒക്കെ, 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. നല്ല സോഫ്റ്റായി. അതും ഇങ്ങനെ ഹാഫായിട്ട് വെച്ചേക്കുന്നതുകൊണ്ടേ ഇനി ഇതിനിങ്ങനെ പോർഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവരെല്ലാം ഇതിനകത്തുനിന്ന് എടുത്ത് കഴിക്കും. അത് ഞാൻ ആദ്യമായിട്ട് കണ്ടെച്ചാൽ ആ മസാല ഇല്ലേ, ആ മസാല നമ്മൾ ലൈവ് ഫിഷ് അതിൽ വെച്ചിട്ട് ആ മസാല ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ നാടൻ കേരള സ്റ്റൈലിലുള്ള ബീഫ് കോക്കനട്ട് ഫ്രൈ, അതാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതിനകത്ത് ഗ്രേവി ഒന്നുമില്ല, നല്ല ഡ്രൈ ബീഫും പിന്നെ നമ്മുടെ പണ്ടത്തെ സ്റ്റൈലുള്ള നല്ല തേങ്ങ ഇങ്ങനെ കൊത്തിയിട്ടിട്ട് നല്ല നമ്മുടെ ബീഫ് ഒലത്തിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന നല്ല ക്രിസ്പി അപ്പം ആൻഡ് നമ്മുടെ സ്വന്തം പൊറോട്ട. അപ്പം അപ്പവും നല്ല ക്രിസ്പി ഫ്രഷ് പൊറോട്ടയും കയ്യോടെ നല്ല ഫ്രഷായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കഴിച്ച് തീർക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇത് മട്ക ബിരിയാണി. ഈ മട്ക ബിരിയാണി പ്രോൺസും ചിക്കനും മട്ടനും ഒക്കെ ഉണ്ട്. സാധാരണ ബിരിയാണി വെച്ചാൽ നമ്മൾ ഫുൾ വലിയ ചെമ്പിനകത്ത് ദമ്മിലിട്ടല്ലേ വെക്കുന്നത്, ദമ്മ് പൊട്ടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇടും. ഇതങ്ങനെയല്ല, ഇത് ഈ ഒരു മട്കേൻ്റെ അകത്ത് ദമ്മിലിടുന്നത്. അപ്പോൾ ഓരോരോ സിംഗിൾ പോട്ടായിട്ട് നമ്മൾ ദമ്മിലിടുന്നത്. എന്നിട്ട് ഈ പ്രോൺസ് അതിൻ്റെ മുകളിൽ സെർവ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്നത്. ഇത് കഴിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബിരിയാണി ഏകദേശം കഴിച്ച് കഴിയാറായി. ഈ മട്ക ബിരിയാണീൻ്റെ റൈസും അതിൻ്റെ ഉള്ളിലെ ആ ഗ്രേവിയും എല്ലാം കൂടി നല്ല ചൂടായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ റൈസിന് നല്ല ബിരിയാണി ഫ്ലേവർ ഉണ്ട്. പിന്നെ അതൊരു ചെറിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ
ഇത് പ്രോൺസ് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ പ്രോൺസ് എല്ലാം ആദ്യം മുകളിൽ തന്നെ വെച്ചേക്കില്ല. അപ്പോൾ ആ പ്രോൺസിൻ്റെ ഒരു അല്ലേ പ്രോൺസ് ബിരിയാണി എന്നിട്ട് പ്രോൺസിൻ്റെ ഒരു എസൻസ് ഒരു ഫ്ലേവർ റൈസിനകത്തേക്ക് ഇറങ്ങിക്കും. റൈസിന് കൂടുതൽ വലിക്കുന്നു ചിക്കൻ ബിരിയാണിയുടെ ഫ്ലേവറാണ്. എല്ലാവരും ഒരു വഴിയായിട്ടിരിക്കുകയാണ്. എല്ലാം കഴിച്ചിട്ട് അവസാനം അതിന് കൊടുത്ത് നെറ്റുള്ള ഷേക്കും കിറ്റ്കാറ്റ് ഷേക്കും പിന്നെ സ്ട്രോബെറി ഷേക്കും ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇറങ്ങാൻ വേണ്ടായി. ഇനി ആ അവസാനം കൊണ്ടുവരുന്ന ഒരു ഐറ്റം ഉണ്ട്, സ്പെഷ്യൽ ഐറ്റം ബില്ല്, അതും കൂടി കിട്ടിയാലേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവർക്ക് രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ ഷേക്കിനെ ഓട്ടിയിട്ടേക്കണം രണ്ടുപേരും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മറ്റേ റെഡ് സ്നാപ്പർ ഫിഷ്, അതൊരു ബട്ടർഫ്ലൈ കട്ടിങ്ങിൽ അങ്ങനെ തുറന്ന് വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് എനിക്ക് അതായിട്ട് ഇഷ്ടമായത്. എനിക്ക് ഏതായിട്ടും ഇഷ്ടമായത് ഏതാ ഫിഷ് ഫിഷ് എനിക്ക് ഫിഷാണ്. ഞങ്ങൾ എല്ലാവരും ഫിഷാണ് കേട്ടോ. അപ്പം ഇവിടെ അവർ പറയണത് അത് തന്നെയാണ്, ഈ ഫ്രഷ് ഫിഷസ് കൊണ്ടുവന്ന് അതിനെ ഫ്രഷായിട്ട് മാരിനേറ്റ് പോലും ഫ്രഷായിട്ട് ഗ്രില്ലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ടും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫിഷ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പോർഷൻ ഓഫ് ബട്ടർ റൈസോ അങ്ങനെ എന്തോ ഒരു റൈസോ അതിൻ്റെ കൂടെ തരുന്നുണ്ട്, അതും ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ യൂഷ്വലി എനിക്കൊന്നും പിന്നെ വേണമെങ്കിൽ ഇതിൽ അപ്പം അങ്ങനെയൊക്കെ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. നല്ല അപ്പമുണ്ട്, കള്ളപ്പമുണ്ട്. അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ഈ ഡിഷിൻ്റെ കൂടെ ടേസ്റ്റാണ്. അപ്പം ബീഫുണ്ട് ഞങ്ങൾക്ക് തന്നെ. ബീഫുണ്ട് രണ്ട് ബീഫ് ലവേഴ്സാണ്, ഫിഷ് കഴിക്കത്തില്ല രണ്ടുപേരും. അപ്പോൾ അവർ ബീഫ് കഴിച്ചു, ഞങ്ങൾ ബാക്കി ഫിഷിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും ട്രൈ ചെയ്തത്. അപ്പം ഓവറോൾ ഒരു നല്ല ഇപ്പോഴും ഫാമിലി ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്നത് ഒരുപാട് നാടൻ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും നാടൻ ഐറ്റംസ് ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പം നമ്മളെ പോലെയുള്ളവർക്കെല്ലാം അടിപൊളിയായിട്ട് വന്ന് കഴിച്ച് പോകാൻ പറ്റുന്നത്. പിന്നെ ഇരിക്കാനാണെങ്കിലും വളരെ കംഫർട്ടബിളാണ്. പിന്നെ അവർ സെർവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും വളരെ നല്ല എല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ്. കാർ പാർക്കിംഗ് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ലൊക്കേഷൻ അറിയാലോ, നമ്മുടെ പാലരുവട്ടത്ത് നമ്മുടെ ഫ്ലൈ ഓവറിലേക്ക് കൊടുക്കാൻ പോകുന്ന പാലം. അപ്പം അതിൻ്റെ സൈഡിൽ ആയിട്ട് നേരത്തെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, പെപ്പ് ബോട്ട്, വൈദ്യക്കൂട്ട് ഡോണറ്റ്സ് ഫാക്ടറി, 12 ബാർബിക്യൂ, ഇതെല്ലാം കൂടി ഒന്നിച്ചാണ്. നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ കഴിഞ്ഞ മതി ഡോണറ്റ്സ് വേണ്ടവർക്ക് അവിടെ പോയിട്ട് ഡോണറ്റ്സും കഴിക്കാം. അങ്ങനെ ഓവറോൾ തംസ് അപ്പ് എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റിവ്യൂ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. അപ്പം തൽക്കാലം നിർത്തിട്ട് ബൈ 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 ബൈ.